തോറ്റോടിയ ശത്രു സൈന്യം ഇത് കണ്ട് മല കയറി വന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വധിച്ചു. താഴെ യുദ്ധം കഴിഞ്ഞു വിശ്രമിക്കുന്ന ആളുകളെ ആക്രമിച്ചു. പ്രതീക്ഷിക്കാത്ത ആക്രമണം. മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ പരക്കം പായുകയാണ്. റസൂലുള്ളാന്റെ നേരെ അമ്പുകളും കുന്തങ്ങളും ചീറിപ്പാഞ്ഞു വരാൻ തുടങ്ങി. ഒരു കൂട്ടം സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊതിഞ്ഞു. ശക്തമായ പ്രത്യാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്കൂട്ടത്തിൽ മുമ്പിലുണ്ടായിരുന്നത് നമ്മുടെ കഥാപുരുഷൻ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. മുസ്ലിം സൈന്യം സജ്ജമായി. നല്ല പ്രത്യാക്രമണം തുടങ്ങി. ശത്രുക്കൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി: മുഹമ്മദിനെ വധിച്ചു, നമുക്ക് യുദ്ധം നിർത്താം. ശത്രുക്കൾ പിൻവാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിയിൽ മുറിവുണ്ടായി. ഒരു പല്ലിന് പരിക്ക് പറ്റുകയും ചെയ്തു. ഖുറൈശി പ്രമുഖനും പേരെടുത്ത പോരാളിയുമായ ഇബ്നു ഖംഹ അവൻ വിളിച്ചു പറഞ്ഞു: മുഹമ്മദിനെ ഞാൻ വധിച്ചു. അത് വിശ്വസിച്ച് ശത്രുക്കൾ ആഹ്ലാദ നൃത്തമാടി. അബൂ സുഫിയാൻ ഒരു പാറപ്പുറത്ത് കയറി നിന്ന് ചോദിച്ചു: മുഹമ്മദ് അവിടെ ഉണ്ടോ? ആരും മറുപടി പറഞ്ഞില്ല. രണ്ടാമതും ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. അബൂബക്കർ അവിടെ ഉണ്ടോ? ആരും മറുപടി പറഞ്ഞില്ല. ഉമർ അവിടെ ഉണ്ടോ? ആരും മറുപടി പറഞ്ഞില്ല. അബൂ സുഫിയാൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറഞ്ഞു: മുഹമ്മദ് വധിക്കപ്പെട്ടു, അബൂബക്കർ വധിക്കപ്പെട്ടു, ഉമർ വധിക്കപ്പെട്ടു. അവരുടെ കാര്യം കഴിഞ്ഞു. ഇത് കേട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷമ നശിച്ചു. ഉറക്കെ വിളിച്ചു: